വെഞ്ഞാറമൂട് 5 പേർക്ക് 5 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ചുറ്റിക, ഇയാൾ 5 പേരെ ചുറ്റിക അടിച്ചാണ് കൊലപ്പെടുത്തിയെന്ന് പ്രേക്ഷകർക്ക് അറിയാം. ഈ ചുറ്റിക കടയിൽ നിന്ന് വാങ്ങിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം ഷെവീദ് റാവുത്തർ നമുക്കൊപ്പം ചേരും. അബാൻ കൊലപാതകം ഉപയോഗിച്ച ചുറ്റിക കടയിൽ നിന്ന് വാങ്ങി. വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഒരു ഹാർഡ്വെയർ കടയിൽ നിന്നാണ് ഇയാൾ ചുറ്റിക വാങ്ങിയത്. പോലീസ് ഏതാണ്ട് ഈ കടയിൽ നിന്നാണ് ഈ ചുറ്റിക വാങ്ങിച്ചത്. ഈ കട ഉടമയിൽ നിന്ന് പോലീസ് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി. വളരെ ആസൂത്രിതമായിട്ടാണ് ഇയാൾ ഈ 5 പേരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഈ കടയ്ക്കടുത്ത് നിന്ന് ഷെവീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. ഷെവീദ്, എത്ര മണിക്കാണ് ഈ ചുറ്റിക വാങ്ങിച്ചതെന്നാണ് കടയുടമ പോലീസിനോട് പറഞ്ഞത്? ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ നേരെ എതിർവശത്ത് ആണ്ടവൻ ഹാർഡ്വെയർസ് എന്ന് പറയപ്പെടുന്ന ഈ കടയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഈ ബസ് മാറിക്കഴിഞ്ഞാൽ ആ ദൃശ്യം കാണാൻ കഴിയും. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇയാൾ ചുറ്റിക വാങ്ങി എന്നുള്ളതാണ് നിലവിലിപ്പോൾ പോലീസ് അറിയിക്കുന്ന വിവരം. ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവരശേഖരണം പോലീസ് നടത്തുന്നുണ്ട്. ഇവിടെ ഈ കടയിൽ നിന്ന് ഇയാൾ ചുറ്റിക വാങ്ങി. ഇവിടെ നിന്ന് ഈ തേമാബൂട് ഭാഗത്തേക്ക് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ആ ഭാഗത്തേക്ക് ഇയാൾ പോയി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഈ കടയുടമയിൽ നിന്ന് പോലീസ് വിവരം തേടിയിട്ടുണ്ട്. നമ്മൾ ഈ കടയുടമയുടെ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്യും. ഏതായാലും ഈ വിഷയത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ നിന്ന് ഈ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ആണ്ടവൻ സ്റ്റോർസ് എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ ഈ കടയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചുറ്റിക വാങ്ങിയതെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആ വിവരം കൂടി നമുക്ക് ഈ കടയുടമയിൽ നിന്ന് തേടാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കടയുടമയുടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഈ പോലീസ് എനിക്കറിയാം ഷെവീദ് താളം ചവിട്ടുന്ന എനിക്ക് മനസ്സിലായി. കടയുടമയെ മറ്റേതൊരു TV ചാനൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷമിക്കേണ്ട, നമുക്ക് കടയുടമ ഫ്രീ ആകുമ്പോൾ എടുത്താൽ മതി. ഓക്കെ, പറയൂ. ആരും ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ വന്നാരും വാങ്ങിയിട്ടുമില്ല ഈ സാധനം. അങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല. വേറെ ആരും വന്ന് എൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടുമില്ല. നമ്മൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടറിവുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഈ പയ്യൻ അങ്ങനെ കണ്ടിട്ടില്ല വലുതായിട്ടൊന്നും. പക്ഷേ ഇങ്ങനെ ഇവിടെയൊക്കെ റോഡിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നേരത്തെ അങ്ങനെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഈ ഇന്നലെ ഒരു ചുറ്റിക വാങ്ങിയതായിട്ട് വല്ലതും? ഓർമ്മയിലില്ല. അതാണ് അങ്ങനെ ഓർമ്മയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വന്ന് വാങ്ങിച്ചത് എൻ്റെ ഓർമ്മയിലില്ല. വലിയ തിരക്കുള്ള കടയാണ്? വലിയ ഇങ്ങനെയൊന്നുമില്ല, ചെറു നോർമൽ. അങ്ങനെ ഭയങ്കര തിരക്കൊന്നുമില്ല. കാര്യം അപ്പുറം ഹാർഡ്വെയർ എല്ലാം ഉണ്ടല്ലോ. വലിയ തിരക്കൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ ഈ കടയുടമയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ കൃത്യമായൊരു ഓർമ്മ ഈ വിഷയത്തിലില്ല. അതായത് നിരവധി സാധനങ്ങൾ നിരവധി ആളുകൾ വാങ്ങുന്ന ഒരു കട കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് കാര്യമായ ഓർമ്മയില്ല. പക്ഷേ പോലീസിന് ഈ അഫാൻ നൽകിയിരിക്കുന്ന മൊഴി ഇപ്രകാരമാണ്. ആണ്ടവൻ സ്റ്റോഴ്സ് എന്ന് പറയപ്പെടുന്ന ഹാർഡ്വെയർ കടയിൽ നിന്ന് വാങ്ങി, അതായത് ഈ ചുറ്റിക വാങ്ങി എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ നമുക്കിപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ CCTV ദൃശ്യം, അതായത് CCTV ഇവിടെ ഇല്ല, ഈ കടയിൽ ഇല്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു പുതിയ വിവരം കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട്. അതായത് തൊട്ടപ്പുറത്ത് മണിമുറ്റത്ത് എന്ന് പറയപ്പെടുന്ന ഒരു ഷോപ്പുണ്ട്. നമ്മുടെ ഈ കിളിമാനൂർ പ്രാദേശിക ലേഖകൻ കൂടിയായ മണിക്കുട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. മണിക്കുട്ടൻ ഈ പ്രദേശത്ത് നന്നായിട്ട് അറിയാവുന്ന ഈ വിഷയങ്ങളെക്കുറിച്ച് ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മണിക്കുട്ടൻ, ഈ കടയിൽ നിന്ന് വാങ്ങിയെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അത് ഈ കടയിൽ വന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി എന്നാണ് തന്നിരിക്കുന്ന മൊഴി. അപ്പോൾ അത് ഒരു പുതിയ വിവരം, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഒരു പണയക്കടയിലാണ് ഇയാൾ വെച്ചതെന്നും പറയുന്നു. പണയ സ്ഥാപനത്തിൽ പണയ സ്ഥാപനത്തിലാണ് കൊണ്ടുവന്ന് മാല പണയം വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അവിടേക്ക് എത്തിയായിരുന്നോ? വന്നിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അകത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് മണിക്കുട്ടൻ നമ്മളോട് സംസാരിച്ചതുപോലെ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ അപ്പുറത്ത് മണിമുറ്റത്ത് എന്നുള്ള ഒരു പണയ സ്ഥാപനമാണ്. അവിടെ ഒരു പ്രൈവറ്റ് ഫിനാൻസിങ് കമ്പനിയാണ്. അവിടെയാണ് ഇയാൾ ഈ സ്വർണം പണയം വെച്ചത്. അവിടെ നിന്നപ്പോൾ ലത്തീഫിൻ്റെ കോൾ വന്നു. ഇപ്പോൾ നമുക്ക് ഈ ലഭിക്കുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പോലീസിന് ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. കാരണം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാങ്ങോട്ടെ കൊലപാതകത്തിന് ശേഷം, സൽബാവിയെ കൊലപ്പെടുത്തിയതിന് ശേഷം എന്തോ ഒരു ആഭരണം, അതെന്താണ് എന്ന ചില കൺഫ്യൂഷനുകളുണ്ട്. അത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അതങ്ങനെ കിടക്കട്ടെ. അവിടെ നിന്ന് ഇയാൾ വെഞ്ഞാറമൂട്ടിലേക്ക് എത്തുന്നുണ്ട്. വെഞ്ഞാറമൂട് ആണ്ടവൻ സ്റ്റോഴ്സ് എന്ന് പറയപ്പെടുന്ന ഈ സ്റ്റേഷനറി കടയിലേക്ക് അയാൾ എത്തി. പക്ഷേ ഡയറക്റ്റ് അവിടെ
സ്റ്റോറിലേക്ക് എത്തിയതല്ല. പകരം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ ഈ പാങ്ങോട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നേരെ വന്നത് ഈ സ്വർണം പണയം വെക്കാനാണെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ തൊട്ടപ്പുറത്താണ് ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ ഫിനാൻസിങ് കമ്പനി, അതല്ലെങ്കിൽ ഈ സ്വർണ്ണ പണയക്കടയുള്ളത് ഇതെല്ലാം വെഞ്ഞാറമൂട് ടൗണിനകത്ത് തന്നെയാണ് സ്കെയിൻ. അവിടേക്ക് എത്തുന്നു. അവിടെ നിന്നപ്പോൾ ലത്തീഫിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നു. അങ്ങനെ അവരെ കൊലപ്പെടുത്താനും ഇയാൾ ശ്രമിക്കുന്നു, കൊലപ്പെടുത്താനും അയാൾ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന്, അതായത് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ സ്വർണം പണയം വെക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഹാർഡ്വെയർ സ്റ്റോറിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണുള്ളത്. അതും നമുക്ക് വളരെ മീറ്ററുകളുടെ മാത്രം ദൂരമാണുള്ളത്. അവിടേക്ക് എത്തി ഇയാൾ പണയം വെച്ചു. പക്ഷേ ഈ രണ്ട് സ്ഥലത്തും ഇയാളെ കണ്ടതായി ഓർക്കുന്നില്ല, കണ്ടിട്ടില്ല എന്ന് പൂർണ്ണ അർത്ഥത്തിൽ സ്റ്റേഷനറി കടയിൽ, നമ്മുടെ ഹാർഡ്വെയർ കടയിലെ പുള്ളിക്കാരനും പറയുന്നില്ല. പകരം ഇവർ പറയുന്നത് ഇവർക്ക് ഓർമ്മയില്ല, അങ്ങനൊരു സംവിധാനത്തെക്കുറിച്ച് ഇവർക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ വെഞ്ഞാറമൂട് ഈ നഗരപരിധിയിൽ പോലീസിൻ്റെ വ്യാപകമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഏത് വിധത്തിലാണ് ഒരു വിവരം കിട്ടുന്നത് എന്നുള്ള കാര്യം പോലീസിന് ഇപ്പോഴും കൺഫേം അല്ല. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കെൻ ഇതിൽ പലതരത്തിലുള്ള വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നമുക്ക് പുറത്തെടുക്കാനുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ ചില അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ സ്വർണം പണയം വെച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. അവിടെയും അകത്ത് പോലീസിൻ്റെ മൊഴിയെടുക്കലും ഈ പരിശോധനയും ഒക്കെ നടക്കുകയാണ്. ഏതായാലും സ്കെൻ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അത് സംബന്ധിച്ച വിവരം കൂടി പങ്കുവയ്ക്കാൻ കഴിയും. ഷെഫീദ് റാവുത്തറാണ് വെഞ്ഞാറമൂട് നഗരത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. വെഞ്ഞാറമൂട് ടൗണിലാണ് ഇപ്പോൾ ഇയാൾ ഈ ചുറ്റിക വാങ്ങിച്ച കട ഉള്ളത്.